this evening. I remember last time when I was teaching, I was reading a passage from Daniel chapter 10. നമ്മളൊരു ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചും ആ പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചു എന്നും there was a delay of 21 days when the angel was coming with an answer. He had to face some obstacles. There was Prince of Persia and the Prince of Greece. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചത്. And then നമ്മളതിന്റെ കൺക്ലൂഷൻ ഭാഗമായിട്ട് some of the things we were reading or thinking was the initiative in these events actually came from Daniel on earth. So ഭൂമിയിൽ നിന്ന് ദാനിയേൽ പ്രാർത്ഥന ആരംഭിച്ചപ്പോഴാണ്, ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ, ഒരു ആരംഭം എടുത്തപ്പോൾ things began to happen in the heavenly realms. Then another observation was between the heaven of God's dwelling place and the heaven visible to us from the earth. Between these two is the kingdom of satanic angels. So നമ്മൾ കാണുന്ന ഈ ആകാശത്തിലും ദൈവം വസിക്കുന്ന സ്വർഗത്തിനും ഇടയിൽ ആണ് ഈ വീണുപോയ ദൂതന്മാരുടെ ഒരു മണ്ഡലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Then another observation was these satanic angels were so powerful that it took God's angels 3 weeks to break through their opposition. So 3 ആഴ്ച എടുത്തു വരാനായിട്ട്. And then with the help of Michael, the archangel. Then you would see Daniel's prayer played a vital part in ultimate victory. ദാനിയേലിന്റെ പ്രാർത്ഥന ആ യുദ്ധത്തിൽ വളരെ സഹായമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന് കാരണം ദാനിയേലിന്റെ പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അതിനകത്ത് നമ്മൾ പഠിച്ച ചില പാഠങ്ങൾ എന്ന് പറയുന്നത്, some of the lessons we learned. One is praying can set in motion the forces of God in heaven. God sometimes waits for us on earth to take the initiative. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ചലനം ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കാത്തിരിക്കും. God waits for us to take the initiative and pray. രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, to reach the throne of God in heaven. So ആ സിംഹാസനത്തിൽ എത്തുവാൻ our prayers must pass through satanic kingdom in the heavenly places. So സ്വർഗ സ്ഥലങ്ങളിലുള്ള അന്ധകാര ആ സ്വാധീനം, ആ വലയത്തിനകത്തൂടെ വേണം നമ്മുടെ പ്രാർത്ഥനകൾ മുകളിലേക്ക് പോകാൻ. For this, they must be supernaturally empowered. Okay? അപ്പൊ നമ്മൾ പറയുന്ന പോലെ the kingdom of God is not in word but in power. So വചനത്തിൽ, അത് ശക്തിയിലാണ്, വെറും വാക്കുകളിലല്ല, ശക്തിയിലാണ്. സോ ആ പ്രാർത്ഥനകൾ സൂപ്പർ നാച്ചുറലി എംപവർഡ് ആയിരിക്കണം. സോ അമാനുഷികമായിട്ടുള്ള ഒരു ശക്തീകരണം ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം. അടുത്ത മറ്റൊരു ലെസൺ എന്ന് പറയുന്നത്, so our prayers therefore needs to be enforced by praise and thanksgiving. So നമ്മൾ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ, അതിന്റെ അക്കംപനിമെന്റോടുകൂടി ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് വേണം ഈ പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് പോവാൻ. We have Bible verses that speaks about it in 1 Timothy chapter 2 verse 2. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. Then നാലാമതുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, fasting increases our spiritual sensitivity and adds supernatural power to praying. So നമ്മുടെ ഉപവാസത്തോടു കൂടിയുള്ള ആ പ്രാർത്ഥനകൾക്ക്
വളരെ ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. All right, so that's where I think I closed last time. I want to talk something about a thought in a continue. So we want to talk something about the incarnation of Jesus. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി വന്ന ആ സംഭവം നമ്മളൊന്ന് വിശകലനം ചെയ്യാമോ? ഈ പോയിന്റ് ഓഫ് വ്യൂലാന്ന് വിചാരിച്ചോ. So incarnation of Jesus into this earth was actually a part of God's plan to enter the terrestrial arena to return the authority to mankind. So മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഭൂമിയുടെ മേലുള്ള ഈ അവകാശം, വാഴാനുള്ള ആ അവകാശം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് അത് തിരിച്ചു കൊടുക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നത്. So you should look at incarnation. There must be many faces to that. But one of the things that we should understand is Jesus took the human form. He incarnated. It was part of God's plan to give the authority in the terrestrial area back to mankind. മനുഷ്യനെ നഷ്ടപ്പെടുത്തിയല്ലോ, അത് തിരികെ കൊടുക്കുന്നതിന്റെ ദൈവത്തിന്റെ പ്ലാനിന്റെ ഒരു ഭാഗമായിരുന്നു യേശു ക്രിസ്തു മനുഷ്യനായി വന്നത്. Alright, നമ്മള് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ ലേഖനം 1 John 3 verse 8 ഇങ്ങനെ വായിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. Right? So when people keep on sinning, it shows that they belong to the devil, who has been sinning since the beginning. But the Son of God came to destroy the works of the devil. So avade valare krithyamaayittu link cheyana. The reason the Son of God came is to destroy the works of the devil. So പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ് ആ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് എന്റെ ഒരു ഭാഗമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The Lord Jesus, the very outset itself, our Lord Jesus declared the purpose in coming to this earth. So നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ Luke chapter 4 verse number 18-19, where Lord Jesus is actually speaking about the purpose of his coming. The Spirit of the Lord is upon me, for he has anointed me to bring good news to the poor. He has sent me to proclaim the captivities, that the captives will be released, that the blind will see, that the oppressed will be set free, and that the time of the Lord's favor has come. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം എന്ന് കണ്ടു. So he's referring to an Old Testament portion where it is talking about the Messiah, and he is saying, hey, I am here to fulfill that. So again, there's another reference to Jesus's incarnation. So Jesus, as you look at the ministry of Jesus, by healing the sick, cleansing lepers, raising the dead, and delivering people from the demons, he modeled for us terrestrial spiritual world. So കർത്താവ് ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ച്, ഭൂതം ബാധിച്ചവരെ വിടുവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ, ഭൂമണ്ഡലത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ, ഈ ടെറസ്ട്രിയൽ ഏരിയയിൽ എങ്ങനെ ആത്മീയ യുദ്ധം ചെയ്യണം എന്ന് നമുക്ക് വേണ്ടി മോഡൽ ചെയ്ത് കാണിക്കുക. So he was modeling, നമുക്കൊരു മാതൃകയായിട്ട് കാണിക്കുക. So that's what we should be following. How Jesus dealt with demons and accomplished spiritual warfare is the most
original striking feature of his entire ministry. So കർത്താവ് എങ്ങനെ ഈ ഭൂതങ്ങളുമായിട്ട് ഇടപെട്ടു, യുദ്ധം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തൻ്റെ ശുശ്രൂഷയിൽ. It's an example for us. നമുക്കറിയാം, when Jesus was on this earth, Jews, യഹൂദന്മാര്, they recognized the reality of demons, all right? And they practiced what we call exorcism. ഭൂതം ഒഴിപ്പിക്കുന്ന ഒരു പ്രവൃത്തി യഹൂദന്മാരുടെ ഇടയിൽ യേശു എന്ന സമയത്തുണ്ടായിരുന്നു. It was there, we have examples of that. But they had very limited authority and very limited success. വളരെ കുറച്ച് ജയം അവർക്കുണ്ടായിരുന്നു. Very, very limited amount of operation. They believed in the demons. They believed in casting out demons, but was nothing significant. But when you look at the ministry of Jesus, the measure of authority Jesus exercised had never been witnessed till that point. അന്ന് വരെ അവരിങ്ങനെ ഒരു കാര്യം കണ്ടില്ല. ഇത്ര അധികാരത്തോടുകൂടി ദുഷ്ടാത്മാക്കളുടെ മേൽ അധികാരം നടത്തുന്ന ഒരു ശുശ്രൂഷ യഹൂദന്മാര് അതുവരെ കണ്ടിട്ടില്ല. കർത്താവ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്, he's talking about it, he's describing about it as clash of two kingdoms. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് വേണം, ഇരുട്ടും വെളിച്ചവും, light and darkness, kingdom of God and the kingdom of darkness തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. So when Jesus was casting out demons, as you read through the Gospels, there were powerful physical manifestations. ഇതൊന്നും മറ്റവര് ചെയ്യുമ്പോൾ കാണത്തില്ല. But here when Jesus was exercising authority over the demons, there were powerful physical manifestation. So കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണത്തക്ക രീതിയിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരികമായ രീതിയിൽ, ഭൗതികമായ രീതിയിൽ എന്തൊക്കെയോ സംഭവങ്ങളോട് നടക്കുന്നുണ്ടായി. You see, in some case, demons threw people to the ground, okay, before proclaiming his heavenly authority. Some caused convulsions in the humans that they were possessing before they would leave. So അവർ വിട്ടുപോകുന്നതിന് മുൻപ് എന്തെല്ലാം ദോഷം ഈ തങ്ങളുടെ ഹോസ്റ്റ് ബോഡിയെ ചെയ്യാമോ അതിനെല്ലാം ദോഷം ചെയ്തിട്ട് അവർ പോകും. That physical reaction you would see. Some you see convulsions, frothing, ഇങ്ങനെ പല കാര്യങ്ങൾ കാണും. But you also need to understand, most of the people that Jesus delivered, കർത്താവ് വിടുവിച്ച ആളുകളിൽ നല്ല ഭൂരിഭാഗം ആളുകളും they were religious Jews. അവർ മതഭക്തിയുള്ള യഹൂദന്മാരായിരുന്നു. They were tormented by the devil. So മതഭക്തന്മാരാണെങ്കിലും ഭയങ്കര ഭൂതോപദ്രവം ഉണ്ടായിരുന്ന ആളുകൾ. So they claimed to be God's children, but they were all experiencing troubles from demons. They were not heathens who practiced sorcery. So അവര് ബ്ലാക്ക് മാജിക് ചെയ്ത ആളുകളോ ഇങ്ങനെ നമ്മള് പലരെ പറ്റി ഇങ്ങനെ വായിക്കുന്ന പോലെ, they were not criminals, they were not people who were branded as insane, ബുദ്ധിഭ്രമം ഉണ്ടായിരുന്ന ആളുകളൊന്നും. They were common, ordinary religious people, but they were all attacked by the demons. Religious people, ജാതികളല്ലായിരുന്നു. കർത്താവ് ഇടപെട്ട ആളുകൾ, ഈ പ്രത്യേകിച്ച് ഭൂതങ്ങൾ ഒഴിപ്പിച്ച ആളുകൾ നല്ല പങ്കാളുകൾ. Sometimes you would see they are in the temple, they are in the prayer room. സിനഗോഗിൽ, പള്ളിയിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് വർഷങ്ങളായിട്ടിരിക്കുക. So they are people who went to church.
So people were marveled at Jesus' authority over demons. So in Mark chapter 1:21 ഇങ്ങനെ വായിക്കുന്നു, amazement gripped the audience and they began to discuss what had happened. What sort of a new teaching is this? They asked excitedly. It has such authority. Even evil spirits obey his orders. So എല്ലാവരും ഇതെന്ത്, ഇത് പുതിയ ഉപദേശം. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാവോട് കൽപ്പിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. So they had never seen demons obeying. I told you, Jewish people back in those days, they believed in demons. There was some limited amount of activity, exorcism happened. So whether they left a body, we don't know. Maybe they went into hiding. They were probably trying to fool these people. But when Jesus came, the scene is different. Activity is different. You see physical reactions happening. Now, Luke, Gospel of Luke, chapter 11, verse number 14. ഇങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യം. One day Jesus cast out a demon from a man who couldn't speak. And when the demon was gone, the man began to speak. The crowd were amazed. So look at the excitement people are having. So deliverance, together with healing, continued throughout Jesus' ministry on earth. So he came to set the captives free and liberate those who are enslaved by demonic powers. So പശാചിനാൽ ബന്ധിക്കപ്പെട്ട ആളുകളെ, ബദ്ധന്മാരെ പറഞ്ഞയക്കുവാൻ, അഴിച്ചുവിടുവാൻ അധികാരത്തോടെ യേശു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വന്നു. So part of his coming, his incarnation, is God's plan to give mankind the authority that they have lost. All right. So by triumphing over the spiritual rulers, spiritual authorities at the end of his ministry. So, ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കോ, you would see Jesus fighting the ultimate battle. So, ഏറ്റവും അവസാനമായ ആത്യന്തികമായ ഒരു യുദ്ധം, ഒരു പോരാട്ടം ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, in Colossians chapter 2, Paul, as he writes about it in verses 14 and 15 of Colossians chapter 2, says, he cancelled the record of the charges against us, took it away by nailing it to the cross. In this way, he disarmed the spiritual rulers and authorities. He shamed them publicly by his victory over them on the cross. So ഭൂമിയിൽ ശുശ്രൂഷ തുടങ്ങിയ ആ സമയത്തൊക്കെ ഇതുങ്ങളെ എല്ലാം അടിച്ചോടിച്ചു വിട്ട് കർത്താവ് ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ആൻഡ് ദെൻ ഭൂതം ബാധിച്ചവരെ, ഭൂതോദരയേറ്റവരെയൊക്കെ വിടുവിക്കുന്നു. അതൊക്കെ ചെയ്തെങ്കിലും you see the ultimate powerful display has come towards the end. അവിടെ എഴുതിയിരിക്കുന്നു, he disarmed the spiritual rulers and authorities, shamed them publicly by his victory over them on the cross. All right. So Jesus now, നമ്മൾ വായിച്ചാല് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. So Paul writes about it. Now Jesus sits on the throne in heaven. Now he intercedes on behalf of the church. All right. You also need to understand now he is waiting to establish his future kingdom. So പിതാവിന്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ പക്ഷവാദം ചെയ്ത ഒരു ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയിൽ കർത്താവ് ആയിരിക്കുക. He is a mediator now between man and God at this time. But he is waiting to come and establish his kingdom, future kingdom, where Satan will be bound eternally. So അവിടെ വരുമ്പോൾ ഇനിയിപ്പം പിശാചിനെ എന്നേക്കുമായി സാത്താനെ ബന്ധിക്കുന്ന ഒരു സമയം.
Jesus manifests the wondrous patience of our heavenly Father. So, അത് സംഭവിക്കുന്നത് വരെ കർത്താവ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. It's between his victory and then he's taking the office, establishing that final kingdom. It's between that. So, ഇവിടെ കർത്താവ് ആ പേഷ്യൻസ് കാണിച്ചുകൊണ്ടിരിക്കുക. Now, എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. The writer of the Hebrews is in chapter 10, verses 12 and 13. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാതയുടെ വാങ്ങുവോളം കാത്തിരിക്കുക. So because God's children are human beings, he made the flesh and blood. The Son also become flesh and blood. For only as a human being could he die. Only by dying could he break the power of the devil, who had the power of death. Only in this way he could set free all who have lived their lives as slaves to the fear of dying. All right. അത് 14-15 വാക്യങ്ങളാണ് കാണുന്നത്. അപ്പം മരണഭീതിക്ക് അടിമകളായിരുന്നു നമ്മളെ ഒക്കെ വിടുവിച്ച് ആ വിജയത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുക. Now, God is sending us into the world to preach the gospel. So he comes, he starts the ministry, he fights with the demonic forces. Final victory has happened. Now he's ascended to heaven. Now he's sending us into the world to preach the gospel. Jesus commissioned us to cast out demons, heal sick, cleanse lepers, raise dead, all warfare activities in the terrestrial sphere. So, ഈ ഭൂമണ്ഡലത്തിൽ ഈ ഭൂമിയിൽ പൈശാചിക വൃന്ദങ്ങളോട് പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുക. So sometimes you wonder why we study these things. Some people do, wondering why pastor is spending so much time reading this, studying this, teaching all these things. But this is your commission. This is our job. So it's good for us to be aware of these things. So നമ്മളെ അതിനെ കമ്മീഷൻ ചെയ്തിരിക്കുക, നമ്മളെ നിയോഗിച്ചിരിക്കുക. Okay? So I want us to all understand. Don't live saying that that's not my business. I shouldn't be engaging in this. No, you should be engaging in this. This is that every child of God must be engaged in, because you are commissioned to do it. Now, in John 14, verse 12, we read, I tell you the truth. Anyone who believes in me will do same works I have done, and even greater works, because I am going to be with the Father. John 14:12. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിനും വലിയത് അവൻ ചെയ്യും. So Jesus is kind of expecting, Jesus is hoping, Jesus is commissioning, he is asking the church to be involved in spiritual warfare, or to continue what he inaugurated, what he started. Amen. അവിടെ പറഞ്ഞു അതിലും വലിയത് അവൻ ചെയ്യും. So when Jesus ascended to the Father, Jesus was given all power. Now you need to understand, when Jesus was on this earth, we talked about it last time. Devil made a proposal to him. Say, Jesus, you're Son of God, you're Son of God, prove yourself on all those things. All authority is mine. All this you see is mine. I can give it to you. You just worship me. So he didn't have, at that point, it was still in the hands of the devil. He got it. He usurped it. He took it by deception from Adam and Eve. Now, when Jesus ascended to heaven, Jesus is in Matthew 28, we read that. Jesus is all authority, all power over the enemy in heaven and on earth. Jesus says, it has been given to me. Sakala thigarum engel
നൽകപ്പെട്ടിരിക്കുന്നു. And thus the empowered Jesus transferred jurisdiction of terrestrial warfare into the hands of the body of Christ. So, empowered Christ. സകല അധികാരം ലഭിച്ച കർത്താവ് ആ അധികാരം തന്റെ സഭയ്ക്ക് ടെറസ്ട്രിയൽ വാർഫെയർ ചെയ്യാൻ, ഈ ഭൂമിയിൽ ആത്മീയ പോരാട്ടം പൈശാചിക മണ്ഡലത്തോട് പോരാടുവാനായിട്ട് ആ അധികാരം തന്റെ സഭയെ ഏൽപ്പിക്കുക. ടു ദ ബോഡി, തന്റെ ശരീരമായ സഭയെ ഏൽപ്പിക്കുക. Therefore, by asking in his name, power is out at our disposal to advance God's kingdom. So, ദൈവരാജ്യം പ്രൊമോട്ട് ചെയ്യുവാൻ, ദൈവരാജ്യം വികസിപ്പിക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ, വളർത്തുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ, he said, in my name, he asked anything in my name. So, kingdom advancementന് അധികാരവും അതിനുള്ള പവർ ഓഫ് അറ്റോർണിയും കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. To the body of Christ, you have been given, I have been given. We have been mandated to advance God's kingdom. ദൈവരാജ്യം വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയാണ്, not angels, but to his own body, church. In Matthew 10, verse number 7 and 8, as you read, ഇങ്ങനെ പറയുന്നത്, and proclaim as you go. Or is that you're going to proclaim as you go, saying, the kingdom of heaven is at hand. Heal the sick, raise the dead, cleanse the lepers, cast out demons. You received without paying, give without pay. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിക്കും. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. Freely you have been given, freely you give. Amen. Praise God. That's what we need to really understand. So we have been given authority to aggressively plunder the kingdom of Satan. So പിശാചിന്റെ രാജ്യത്തെ പ്ലണ്ടർ ചെയ്യുവാൻ, പ്രൈസ് ഗോഡ്, കൊള്ളയടിക്കുവാൻ, അവൻ പിടിച്ചുകൊണ്ടുപോയ ആളുകളെ, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുവരുവാൻ, സ്വതന്ത്രരാക്കുവാൻ, we have been given authority. നമുക്ക് അധികാരം ദൈവം തന്നിരിക്കുക. Hallelujah. Praise God. And Jesus has given us the divine power to carry on his ministry and build his kingdom. So, we have been given authority. We also have been given the power. നമുക്ക് ശക്തി തന്നിരിക്കുകയാണ് to carry on his ministry and build his kingdom. Go, build my kingdom. അതിനുള്ള അധികാരം, അതിനുള്ള ശക്തി, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. So ഇതുകൊണ്ടല്ലേ, this is where the work of the Holy Spirit becomes very important. നമ്മളോട് പറയുന്നുണ്ട്, you shall receive power when the Holy Spirit comes upon you. Then you go, and as you go, preach the gospel. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പോവുക, പോകുന്ന വഴിക്ക് heal the sick, drive out demons, build the kingdom, tear down, build. ഇടിച്ചു കളവാനും പണിയാനും ഒക്കെ അധികാരം ദൈവം തന്നിരിക്കുക. So it becomes very important. So authority has been given to us. Power has been given to us to expand God's kingdom. Now, victorious living in our battles with Satan. So പിശാചുമായിട്ടുള്ള ഈ പോരാട്ടത്തിൽ, പിശാചിന്റെ സാമ്രാജ്യവുമായിട്ടുള്ള പോരാട്ടത്തിൽ ഉള്ള വിജയം, the victory is accomplished to the degree that we submit to Jesus' lordship.
കർത്താവിന്റെ അവന്റെ കർത്തൃത്വത്തിന് നമ്മളെ എത്രമാത്രം വിധേയപ്പെടുത്തി കൊടുക്കുന്നുവോ അതിനാനുപാതികമായിട്ടായിരിക്കും ഇവയുടെ മേലുള്ള നമ്മളുടെ ജയം. The more you submit and surrender to Christ, you are going to experience victory. So there's a connection between your surrender to the Lordship of Christ and the victory that you're going to experience, or we are going to experience. The more we submit every area to Jesus, the greater victories we will see. So നമ്മൾ എത്രമാത്രം കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ അത്രയും വിക്ടറി, അത്രയും ജയം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവും. So it is yielding to his lordship and remaining faithful to his lordship that brings not only great but also consistent victories. വലുത് മാത്രമല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ most important thing is yielding to the lordship, remaining faithful to his lordship. ഒരു ദിവസം ഈൽഡ് ചെയ്യല്ല, എന്നും കർത്താവിന് ഈൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിക്ടറിയും എന്നും ഉണ്ടായിരിക്കും. അതും കൺസിസ്റ്റന്റ്. If your submission is consistent, your victory will also be consistent. That's a secret of spiritual warfare. So to be given spiritual authority requires we humbly submit to God's authority. So നമുക്ക് ഇതിനുള്ള അധികാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അധികാരത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം. So as his followers, we have been given authority to do every form of terrestrial warfare mentioned in his word. So ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ആ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ചെയ്യുവാൻ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണേ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ് സൂക്ഷിക്കേണ്ട മേഖലകളുണ്ട്. If a demonic principality, ശ്രദ്ധിച്ചോണം, ജസ്റ്റ് ഒരു കുട്ടി ഡീമന്റെ കാര്യമല്ല സംസാരിക്കും, ഇവിടെ നടക്കുന്ന കുട്ടി ഡീമന്റെ കാര്യം. A demonic principality, ഒരു കർത്തൃത്വം leaves its heavenly area and manifests on the terrestrial plane, we have the authority to rebuke it in Jesus' name. ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മൾ പറയുന്ന സെക്കൻഡ് ഹെവനിൽ നിന്നും ഒരു കർത്തൃത്വം അവിടം വിട്ട് നമ്മുടെ ഈ ടെറിട്ടറിയായ ടെറസ്ട്രിയൽ എർത്തിലേക്ക് വന്ന് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കർത്തൃത്വത്തെ നമുക്ക് ശാസിക്കാൻ അധികാരം തന്നു. When it penetrates into our world here, into the terrestrial area. Very important for us to remember that. However, if we attempt by ascending into the second heaven to contest that rule over the geographic regions, then we deviate from the model set forth in Jesus' ministry. അപ്പൊ നമ്മള് അത് വകവെക്കാതെ അവിടുന്ന് ഒരു വിളി ഇങ്ങോട്ട് പെനട്രേറ്റ് ചെയ്ത് വന്ന് ഈ ടെറസ്ട്രിയൽ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുവാൻ, റെബ്യൂക്ക് ചെയ്യാൻ God has given us the authority. അതിനെ ബൈൻഡ് ചെയ്യാനൊക്കെ അധികാരം നൽകുന്നു. ബട്ട് നമ്മള് എന്താ പറയുക, നമ്മൾ മിടുക്ക് കാണിച്ച് നമ്മൾ ഇവിടുന്ന് കയറി മേലോട്ട് ചെന്ന് വെച്ച് അവിടെ രണ്ടാം മണ്ഡലത്തിൽ അല്ലെങ്കിൽ രണ്ടാം സ്വർഗത്തിൽ ആ ഹെവൻലി പ്ലേസസിൽ നടക്കുന്ന കർത്തൃത്വത്തെ അവിടെ ചെന്ന് ബന്ധിക്കാനായിട്ട് പോകുന്ന സമയത്ത്, please remember one thing, we are deviating from the model set forth in Jesus' ministry. യേശു നമുക്ക് വേണ്ടി കാണിച്ച ആ ടെറസ്ട്രിയൽ മണ്ഡലത്തിലെ യുദ്ധം, പോരാട്ടത്തിന് വിപരീതമായിട്ടാണ് നമ്മൾ ആ സമയത്ത് പ്രവർത്തിക്കുന്നത്. This is very important for us to remember. See, this has led so many people into slaughter. Enemy is very deceiving. He is very cunning. So he has kind of he lured so many Christians into the spiritual arenas of spiritual combat for which God has not equipped them. So ദൈവം ഒരുക്കാത്ത, ദൈവം സജ്ജമാക്കാത്ത മേഖലകളിലേക്ക് യുദ്ധത്തിന് നമ്മളെ
വിളിച്ചുകൊണ്ടുപോയി നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ ചതിവിലൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് അവിടെ God has not equipped you to go fight over there. That's not your arena. വെറുതെ ആളുകൾ അവിടെ കയറിപ്പോയി അടിവലിക്കാറുണ്ട്. So many people discovered that they are left vulnerable and ignorant concerning the enemy who is ready to pounce on them. So അവരവരെ ചാടി വീഴാനായിട്ട് റെഡി ആയിരിക്കുന്ന പിശാചിനെ കുറിച്ച് ഒരറിവും ഇല്ലാതെ പല പുള്ളികൾ ഇതുപോലെ യുദ്ധത്തിന് പോയി വെച്ച് and then enemy attack them. Very careful. ചിലർക്ക് പിശാചിന്റെ ചിലർ എന്ത് ചെയ്യുക, ചിലരെ പിശാച് പൗഡറാക്കിക്കളാം. This is where we have to use wisdom. One of the ways Satan uses is actually, he lures, one of the lures Satan uses is what we call false expectations of victory. False expectation of victory. വ്യാജ വിജയ പ്രതീക്ഷ. അനാവശ്യമായിട്ട് നമ്മുടെ അകത്തൊരു വിജയ പ്രതീക്ഷ. I can do it. വലിച്ചു കയറാൻ I can do that. We have to be careful. We have to be careful. So what happens, some of these excited believers, they kind of launch forward into ground that seems very secure. Avarku secure ആയിട്ടെന്ന് തോന്നും. But later, it proves to them that they are standing on quicksand. അവർക്ക് മനസ്സിലായി നിൽക്കുന്നത് ചെളിയിലാണെന്ന് മനസ്സിലായി. Their feet is kind of going down. The ground kind of envelops them. They become paralyzed by fear. ആ സമയത്ത് എന്ത് ചെയ്യുക, ഭയം കൊണ്ട് പാരലൈസ്ഡ് ആയി പോവാം. Because it's not something they can handle. So now the more than ever, we need to remain sober, vigilant, alert as the deceitful one, Satan. നമ്മളോട് പറഞ്ഞു, you be sober. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. You know the schemes, better know the schemes of the devil, the tactics that he uses. He enticed so many people away from the shore of truth into the depths of deception. So അവർ നിന്നിരുന്ന ആ കരയിൽ നിന്ന്, സത്യമത്തിന്റെ കരയിൽ മര്യാദയ്ക്ക് നിന്ന ആളുകളെ അവിടെ നിന്ന് ലൂർ ചെയ്ത് എന്ത് ചെയ്തു, ഈ ചെളിക്കകത്തോണ്ടിട്ട് അവസാനം they are in a very bad position. That's exactly what enemy does. Don't trust him. Don't believe him. So when he gives the false sense of victory, be very careful. So Jesus clearly empowered us to teach and demonstrate all that he did on earth. So Matthew 28-ലെ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാൻ ലോകാവസാനത്തിൽ. He said, go then, teaching them everything that I have commanded. Teach them to observe all that I have told them. So there's teaching, there's observation, just following the model Jesus left for us. That's our job. That's what we should continue. That's what we should pass on. It's all Jesus did. It's all Jesus said. It's all Jesus practiced. Jesus model. അതാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. That's a spiritual battle we should be getting involved. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. He taught us to love our enemies. Pray for those who persecute us. ഇത് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. Jesus taught us that. നിങ്ങളെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. He taught us to use prayers of repentance and modeling his righteousness to destroy the works of the evil one. അനുദപിക്കുവാനും നീതി പ്രവൃത്തികൾ ചെയ്യുവാനും പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനും എല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. And we are not to contend against flesh and blood. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആകെ വെറുതെ പോയി ജഡരക്തങ്ങളോട് വഴക്കുണ്ടാക്കരുത്. Don't go fight with your uncle. Don't go fight with your husband. Don't go fight with a church member who is doing something. Or don't go with your neighbor, maybe places of work. They are not, the flesh and blood is not the issue.
but you should fight against principalities and powers that control the lives of men and women and the world system against which we struggle. That's where you should fight. Pick your battles properly. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ജഡരക്തങ്ങളോടുള്ള ഈ സ്കിന്നും ഈ അസ്ഥിയും മാംസവും ഒക്കെയുള്ള മനുഷ്യൻ നിങ്ങൾ കാണുന്നത് അവർ they are not the enemy. That's a wrong battle. Don't fight that. But there is a principality at work in them. There's a power at work in them. There's a devil at work in them. That's what you should be fighting. Jesus taught these things. Jesus said, go teach these things. Further, we are admonished by Jesus to judge not after the flesh, but after the spirit. ഇങ്ങനെ പുറത്ത് കാണുന്ന അതല്ല വിഷയം. അതിന്റെ അപ്പുറത്ത് ഒരു ആത്മീയ മണ്ഡലമുണ്ട്. Recognize that. It is an evil spirit that drives men to do evil things and make evil decisions. So always remember, it's an evil spirit. ദുഷ്ടാത്മാവാണ് ദുഷ്ടത പ്രവർത്തിക്കുവാനും ദുഷ്ട തീരുമാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് പുറകിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവ്. There's an evil spirit that you don't see. That's in the third dimension. നിങ്ങൾ കാണാത്ത ഒരു ശക്തിയുണ്ട്. We are to cast out spirits in mankind, not in the celestial realm. So John, we are to cast out spirit in mankind. മനുഷ്യനിലുള്ള ആ ഒരുത്തനെ കയറിയിരിക്കുന്ന അവനെ പിടിച്ചു ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടാത്മാവിനെ പുറത്താക്കുവിൻ. But not the spirit in the celestial realm. സ്വർഗങ്ങളിലിരിക്കുന്ന അന്ധകാര ശക്തിയെ അഴിച്ചുവിടാനോ ശാസിക്കാനോ അല്ല, മനുഷ്യനിലിരിക്കുന്ന മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ പുറത്താക്കുവാൻ അധികാരം ദൈവം. We only have the authority. We have the authority and are commissioned to subdue the earth. ഭൂമിയെ കീഴടക്കുവാൻ. Subdue the earth. So that's where our limitation is. You're not to go beyond that. That's where we have. So a lot of people get into unnecessary areas and get hurt. Just be careful. Now we're going to talk a little bit about logical. There's a lot of debates about whether or not believers are authorized to engage in spiritual war in the heavens. So, സ്വർഗസിംഹാസനത്തിൽ നമുക്ക് എന്തുകൊണ്ട് അവിടെ ബന്ധിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഒത്തിരിയും. We have the authority. എവിടെ സ്വർഗത്തിൽ എവിടെയുള്ള എല്ലാത്തിനും പൂട്ടാനുള്ള അധികാരം. ഇവിടെ കെട്ടി അവിടെ കെട്ടിയിരിക്കും, ഞങ്ങൾ അവിടെ കെട്ടും, അവിടെയുള്ള എല്ലാത്തിനും കെട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. People talk about it. So it's good for us to think ഒരു premise എന്ന് നമ്മൾ പറയും. ചില മുൻ നയങ്ങൾ അനുമാനങ്ങൾ ഒന്ന് ചിന്തിക്കുന്നതല്ല. There are a couple of them, a few of them that I'm going to share tonight. നമുക്ക് അതിനുള്ള സമയം ചിലപ്പോൾ ഒന്ന് കാണത്തും. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, one of the first things we're going to talk about it, Satan's peers in God's original design were all third heaven hierarchy. Two of his peers were archangels Michael and Gabriel. മലയാളം ട്രാൻസ്ലേഷൻ എങ്ങനെയാ? ദൈവത്തിന്റെ ആദിമ പദ്ധതിയിലുണ്ടായിരുന്ന സാത്താന്റെ സമകാലികർ മൂന്നാം സ്വർഗത്തിന്റെ അധികാരക്രമത്തിന്റെ ഭാഗമായിരുന്നു. അവരിൽ രണ്ടുപേര് പ്രധാന ദൂതന്മാരായ മീഖായേലും ഗബ്രിയേലും ആയിരുന്നു. So you have to first of all understand that Satan was part of God's original design in the third heavens. തന്റെ കൂട്ടുകാര് സമകാലികള് contemporaries ആയിട്ടുള്ള രണ്ടുപേര് മൈക്കൽ and Gabriel. They were powerful angels in the third heavens. So this guy was also in the third heavens. So that's one of the things to keep in mind. രണ്ടാമത്തെ premise എന്ന് പറയുന്നത്,
Satan mimics God's structure. Therefore, the authority structure of darkness mimics that of heaven. If that was not so, that would make Satan an originator of design, or in other words, a creator. However, Satan creates nothing. Since there is only one creator, God, then Satan can only copy, mimic, or counterfeit God's original design and structure. So, മലയാളത്തിൽ എങ്ങനെയാണ്? ഈ സാത്താൻ ദൈവത്തിന്റെ അധികാര ഘടന അനുകരിക്കുന്നവനാണ്. So he's trying to mimic, okay? Counterfeit. ഇരുട്ടിന്റെ അധികാര ഘടന സ്വർഗത്തിന്റെ അധികാര ഘടനയുടെ ഒരു അനുകരണം. So whatever you see, the structure you see in the darkness, it's actually a counterfeit of the structure that exists in the third heavens. If it is not so, then Satan, അതങ്ങനെ അല്ലെങ്കിൽ സാത്താൻ ഒരു സൃഷ്ടാവായി കാണേണ്ടി വരും. You will have to see Satan as a creator. But you need to understand, Satan creates nothing. സാത്താൻ ഒന്നും സൃഷ്ടിക്കുന്നില്ല. സൃഷ്ടാവ് ഒരാളേ ഉള്ളൂ, God. ദൈവം ഒരാൾ മാത്രമായിരിക്കാൻ പിശാചിന് വെറുതെ ദൈവത്തിന്റെ മൂലമായതിനെ അനുകരിക്കുകയല്ലാതെ കാപട്യം കാണിക്കാതെ മറ്റൊന്നിനും കഴിച്ചു. All that he can do is he can simply copy, he can mimic, he can counterfeit God's original design and structure. അതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, God's hierarchy is counterfeited in Satan's kingdom. Therefore, every principality, power, might, dominion in God's kingdom, there will be a duplicate principality, power, might, and dominion in Satan's system. So, ദൈവത്തിന്റെ അധികാര ഘടനയുടെ വ്യാജ പതിപ്പ് സാത്താന്റെ വ്യവസ്ഥിതിയിലുണ്ട്. ആകയാൽ ദൈവത്തിന്റെ ഓരോ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും തത്തുല്യമായ വാഴ്ചയും അധികാരവും കർത്തൃത്വവും ശക്തിയും പിശാചിന്റെ സംവിധാനത്തിലും ഉണ്ട്. So that is another thing to keep in mind. Now, premise number 4, നാലാമത്തെ കാര്യം. Therefore, for every principality, power, might, and dominion in the third heaven that blesses the geographical area, there will be the same false authorities in the second heaven who curses geographical areas. So, ഭൂമിയിൽ ദൈവാനുഗ്രഹം പകരുന്ന മൂന്നാം സ്വർഗ വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ എന്നിവയ്ക്ക് തത്തുല്യം തോന്നിക്കുന്ന വ്യാജ അധികാരങ്ങൾ ഭൂമണ്ഡലത്തിൽ നാശം വിതയ്ക്കാൻ രണ്ടാം സ്വർഗമണ്ഡലത്തിലും. So if there's principalities, powers, and dominions in the third heavens designed to bless the people on this earth, the similar kind of a system existing in the second heavens, in the darkness, in the kingdom of darkness, to destroy. Here comes to steal, kill, and destroy. So അറപ്പാനും മുടിപ്പാനും എല്ലാം ഇവിടെ വേറൊരു സംഘടന അതേ സ്റ്റൈലിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. Keep this in mind. All right. Number 5. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, only God has power to command his heavenly realms. Therefore, we who at present remain little lower than the angels ought not to presume to command those spiritual beings who are higher making in the created order. This included all of God's heavenly hosts, Michael, Gabriel, or even any lesser angel. Remember, Gabriel struck Zacharias, the high priest, mute because he spoke presumptuously and simply questioned the angel.
then why do we think we can speak presumptuously to command celestial beings? അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ തന്റെ സ്വർഗസ്ഥലങ്ങളിലുള്ള ദൂതന്മാർക്ക് അധികാരക്ക് ആജ്ഞ കൊടുക്കാൻ കഴിയും. Nobody else. ആകയാൽ ദൂതന്മാരെക്കാൾ ഇപ്പോൾ അല്പം താഴ്ചയുള്ള നമ്മൾ, സൃഷ്ടികർമ്മത്തിൽ നമ്മളെക്കാൾ ഉയർന്ന സൃഷ്ടികളായ ദൂതന്മാരെ ആജ്ഞയാൽ നിയന്ത്രിക്കാമെന്ന് വെറുതെ ചിന്തിക്കരുത്. ദൈവത്തിന്റെ സർവ്വസൈന്യങ്ങളും മീഖായേലും ഗബ്രിയേൽ ചെറുദൂതന്മാരും അതിനകത്ത് ഉൾപ്പെടും. ശ്രദ്ധിച്ചോണം, ഗബ്രിയേൽ ധിക്കാരത്തോടുകൂടി തന്നോട് സംസാരിച്ചതിന് മഹാപുരോഹിതനായ താൻ പറഞ്ഞത് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് സക്കരിയാവിന്റെ ഊമനാക്കി മകൻ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദുരഹങ്കാരത്തോടുകൂടി എങ്ങനെ നമുക്ക് സ്വർഗീയ ജീവികളോട് ആജ്ഞാപിക്കാൻ കഴിയും? That's not your area. It is God's area. He shall give his angels charge over you. നമുക്ക് അവിടെ നിന്ന് വിളിക്കാനൊക്കത്തില്ല. He shall give his angels. It's his domain. Therefore, ആറാമത്തെ premise എന്ന് പറയുന്നത്, therefore, to presume that we have authority to address Satan's host in the second heaven, except when they leave their assigned abode and transgress into the terrestrial arena. അതായത് നമ്മൾ ഇതിലേക്ക് തങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന വാസസ്ഥലം വിട്ട് ഭവമണ്ഡലത്തിൽ അതിക്രമിച്ച് കടക്കുമ്പോഴല്ലാതെ രണ്ടാം സ്വർഗത്തിലുള്ള ആത്മജീവികളോട് ആജ്ഞാപിച്ച് നിയന്ത്രിക്കാമെന്ന ദുരഭിമാനം, സ്വർഗത്തിലെ ആത്മജീവികളെ നിയന്ത്രിക്കാമെന്ന ചിന്തയോട് സമാനതയുള്ളതാണ്. അതിന്റെ അർത്ഥം മീഖായേലിനെയും ഗബ്രിയേലിനെയും മറ്റു ദൂതന്മാരെയും നമ്മളെ ആജ്ഞാനുവർത്തികളാക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ, you cannot control those beings in the third heavens. You also cannot control those beings in the second heaven. But you can do it whenever they leave their abode and enter in the terrestrial area here. നമ്മുടെ ഇവിടെ വന്ന് ഇവിടെ അതിക്രമിച്ച് കയറി ഇവിടെ വന്ന് പരിപാടികൾ, at that point you have the authority, because God has given you the authority right here. It's good for us to think about it. So, scripture is very clear that angels only follow commands from God. Neither their counterparts in the second heaven, that is principalities, powers, don't get the impression that they will respond to our commands. Furthermore, consequences of such behavior may be grave. So വചനം വ്യക്തമായി പറയുന്നു, ദൂതന്മാർ ദൈവത്തിന്റെ മാത്രം ആജ്ഞ അനുസരിക്കുന്നവരാണ്. അങ്ങനെ തന്നെ രണ്ടാം സ്വർഗമണ്ഡലത്തിലുള്ള സാത്താന്യ പ്രതിരൂപങ്ങളും നമ്മുടെ ആജ്ഞകൾ സ്വീകരിക്കില്ല. തന്നെയുമല്ല, അങ്ങനെയുള്ള ഒരു സംരംഭത്തിന്റെ പ്രഖ്യാപനം വലുതായിരിക്കും. So very important for us to think about these things, those 7 things that we talk about. Really made me really think. നമ്മൾ ഈ യുദ്ധം, ആത്മീയുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേക്കിന് നമ്മുടെ അകത്ത് വരുന്ന പ്രസംഷ്യസ് എന്ന ആ ചിന്ത എന്ന് പറയുന്നതിന് നമുക്കൊരു തരം ധിക്കാരം, ഭയങ്കര ധിക്കാരമൊക്കെ ഒരു മനസ്സിൽ ഭയങ്കര, that should never come into our hearts. We should understand our authority. We should understand the scope and the sphere. We should understand who is in control. We are not to enter into other arena where we are not equipped to deal with that. But we are equipped to deal with anything that's happening. Here, ഇവിടെ ഏത് കാര്യത്തെ അധികാരത്തെയും ഏത് അന്ധകാര ശക്തികളെയും ശാസിക്കാനുള്ള അധികാരം ചെയ്യുന്നുണ്ട് if they are operating here on this earth. And use that. God expects us to use that. And I'm just encouraging God's people. ഞാനത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ തന്നെ ഒത്തിരി അബദ്ധങ്ങളായിട്ട് എൻ്റെ ചിന്തകൾക്ക് വളരെ മാത്രമേ എനിക്കുണ്ട്. I really understood what some things that I did not know. It made me really think. Through the scriptures, it made sense to me.
But the more you submit to God, the more authority you begin to exercise on this earth. നമ്മൾ എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന അതിനനുസരിച്ച് കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ അധികാരമുള്ളവരായിട്ട് ഉപയോഗിക്കും. For the next maybe ഒരു 5-10 minutes, I just wanted to just talk about some practical guidelines for prolonged warfare. So ഈ വാർഫെയർ, ഈ നീണ്ടു നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളതിനെപ്പറ്റി, we call them prolonged warfare requires what do you call meeting certain prerequisites. നമ്മളിപ്പം പ്രൊഫഷണൽ സ്കൂളുകളിൽ പോകുന്ന എല്ലാവർക്കും അറിയാം, they all have to finish prerequisites. മലയാളം മുന്നുപാധി, മുൻവ്യവസ്ഥ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. You have to meet this to go to the next step. Just few of them. ഈ വിഷയങ്ങളിലൊക്കെ വളരെ പരിചയമുള്ള ആളുകൾ എഴുതിയ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പങ്കിടുന്നുള്ളൂ. Number one, get clear guidance from Holy Spirit. Get clear guidance from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കണം. ആത്മാവിനോട് ചോദിക്കണം. Ask the Spirit whether or not you should go into a spiritual warfare. ഏതെങ്കിലും മേഖലയിൽ കർത്താവേ, ഞാൻ ഈ യുദ്ധത്തിന് ഇവിടെ പോകണം. And the Holy Spirit will guide you. Is this something God wants you to do? ദൈവം നിന്നോട് പറഞ്ഞിട്ടാണ് ഇതിന് പോകുന്നത്, ഈ പോരാട്ടത്തിന് പോകുന്നത്? Or are you simply responding because you felt in your heart? നിന്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നി ഒരു യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. Did God tell you this? Ask God. Get clarity from God. Do you tend to be a rescuer? Do you think this is your rescue mission? Remember, God is the only rescuer. Don't try to take the place of God. It would drown you and the person you are trying to help. Don't try to be a rescuer. Let God alone be the rescuer. So, get clarity from the Holy Spirit. Is this something that I'm simply feeling in my heart? Is God really telling me? നമുക്കറിയാം, സിക്ലാഗിൽ വെച്ച് അമാലേക്കർ വന്നു ദാവീദിന്റെ എല്ലാം കൂടി they came and took everything, wives and everything belonged to them. David asked a question, should I pursue them? And he പരിശയെ പിന്തുടരണമോ എന്ന് ചോദിച്ചു. God said pursue. That's very important. It's a great spiritual lesson for all of us to understand. Number 2, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, spiritual warfare over a geographical region or regions or over churches is won by armies, not by individual heroes. ഇതിന്റെ അർത്ഥം, പ്രത്യേകിച്ച് നമ്മൾ ഒരു ഭൂമേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന അന്ധകാര ശക്തികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ, സഭകളുടെ മേൽ ഉള്ള ആ അന്ധകാര ശക്തികളുടെ മേൽ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ, ഓൾവേസ് റിമെമ്പർ, ജയം ദൈവം കൊടുക്കുന്ന ഒരു സൈന്യത്തിന്. God is expecting an army to go, not lone rangers. ഒറ്റയാൾ പട്ടാളത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God is looking for a group, an army of people coming together, praying, interceding, repenting. If my people called by my name, if anyone എന്നല്ല പറഞ്ഞിരിക്കുന്നത്, if my people, എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. God looks for an army. So it took masses of people acting, unrighteously to create the stronghold
now manipulated by the principality. So ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിന്റെ പുറകിലത്തെ കാര്യം അതിന് ഒരു മനുഷ്യൻ ചെയ്തതല്ല. Masses of people living, acting unrighteously, അനീതി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു സ്ട്രോങ് ഹോൾഡാണ്. അതിനെ now it is manipulated by the principality. അപ്പൊ ശ്രദ്ധിച്ചോണം. ഒത്തിരി ആളുകൾ അനീതി പ്രവർത്തിച്ചു. അനീതിയുടെ മേൽ ഇതാ അവൻ സിംഹാസനം വെച്ചുകൊണ്ടിരിക്കുക. It will take number of people, God's people, responding righteously to reverse the Satan's legal jurisdiction. അപ്പൊ അതിനാണ് അവിടെ ഒരു ജാതി, a lot of people, multiples of people acted unrighteously and created this stronghold where Satan is manipulating, and by principality is just ruling over this whole thing. It takes a lot of people who are repenting, turning to God, turning away from the wickedness, repenting, coming to God and seeking his face, living righteously. You see God doing great things there. So this is very important. Number 3. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, so രണ്ടാമത്തെ കാര്യം, don't be a lone ranger. ഇത് ഇത്രയും ഇങ്ങനെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാകാൻ കാര്യം multitude of people are involved in this. Now God is looking for many people, his church, my people, come together, act righteously, and allow the Holy Spirit to come, and God moves things in the heavens. മൂന്നാമത്തെ കാര്യം, to be diligent to maintain a prayer vigil and persevere in intercession with God. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ജാഗരണവും മധ്യസ്ഥതയും എപ്പോഴും ആചരിപ്പാൻ മനഃപൂർവ്വമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും ഇല്ലായിരിക്കും. You can never take a pause. You can never take a break in that sense. So always that prayer vigil must be maintained at all times. Okay? Prayer vigil must be maintained. Intercession with God. Standing in the gap. Someone to stand in the gap. ഇടയിൽ നിൽക്കുവാൻ. Lord, you should move എന്ന് പറയുവാൻ. We need people. So our spirit must be maintained. We can get discouraged when we pray for others. Especially when the answer doesn't come in our time or slow in coming. I'm discouraged like, oh, my God, why it's not coming? We've been praying, we've been seeking. See, it's very important. Our persistence is very important. Jesus told us to be persistent, to remain in an attitude of prayer and not to lose heart. Keep on knocking. Keep on asking. In Luke chapter 18, he tells the parable. Jesus told a story that they should always pray and never give up. There was a judge in a certain city, he said, who neither feared God nor cared about people. The widow of that city came to him repeatedly saying, give me justice in this dispute with my enemy. The judge ignored her for a while, but finally he said to himself, I don't fear God or care about people, but this woman is driving me crazy. I'm going to see that she gets justice because she is wearing me out with her constant request. Then the Lord said, learn a lesson from this unjust judge. Even he rendered a just decision in the end. So, don't you think God will surely give justice to his chosen people who cry out to him day and night? Will he keep putting them off? I tell you,
He will grant justice to them quickly. But when the Son of Man returns, how many will he find on earth who have faith? അപ്പൊ അതിനുള്ള കർത്താവ് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഞാൻ അയാളുടെ ഭാഗം അങ്ങ് വിടുക, ആ വിധവയുടെ ഭാഗം. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. വേഴ്സ് നമ്പർ 6. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? He might take some time. He may not respond as and when you really expect him to respond, but just stay there, just persevere. Stay on, hang on. The Lord will quickly come. He will grant you justice. He will save you. But Jesus said, but my issue is, when the Son of Man comes, will he find faith on earth? പരിശോധന ഭൂമി വരുമ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ ദീർഘം നമുക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. There is no faith, that you cannot wait. So persistence comes only with faith. Very important that is. So I just want to close right there. Just 3 things very important. Get clear guidance from the Holy Spirit. Just make sure God is leading you to this. Number 2, if you're going against a spirit that is brooding over a regional, geographical region, or against maybe a church in a certain area, always remember that spiritual warfare are won by armies, not solo individual heroes. God wants his people to unite their hearts, come in repentance. And the third one is, be diligent to maintain a prayer vigil and persevere in intercession with God. God is faithful. You need faith to continue to stay on. So we'll close right there. I want all God's people, we said very clearly about our limits. Understand where we are called to fight. Do not pick up a fight that you are not equipped for. But anything that happens in this terrestrial area, God has given you the right, authority, and the power. And he wants you to exercise. He wants you to continue what Jesus started. He said, you will do greater things because I'm going to the Father. So, I don't need it. That's not what the Lord wants you to do. Get involved. But as you get involved, God wants you to be wise. Follow his model. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.